കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറിൽ ബീഫ് തീറ്റിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇങ്ങനെ ബീഫ് കൊടുത്താൽ ആരാണ് കഴിക്കുക എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള BJP നേതാക്കൾക്ക് പറയാനുള്ളത് സിനിമ കാണില്ല, എന്നാലും സിനിമ നിർമ്മിക്കാനുള്ള അവകാശം അവർക്കുമുണ്ട് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ കേരള സ്റ്റോറി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? കേരള സ്റ്റോറി വെറും ഒരു പ്രൊപ്പഗണ്ട സിനിമയാണെന്ന് പറയുമ്പോഴും അങ്ങനെയല്ല. മറിച്ച് നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന ട്രെയിലറിലെ രംഗം യഥാർത്ഥത്തിൽ നടന്നതാണ് എന്ന ആരോപണവുമായി സന്തോഷ് പണ്ഡിറ്റിനെ പോലെയുള്ളവർ എത്തിയിരുന്നു. എമ്പുരാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ സിനിമയുടെ നിർമ്മാതാവിനില്ലേ എന്നുള്ള ചോദ്യവും ഉയർന്നു കേട്ടു. മറ്റു ചിലർ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി എടുത്ത സിനിമയാണെങ്കിലും നാഷണൽ അവാർഡ് വാങ്ങാനുള്ളതല്ലേ, കുറച്ച് വൃത്തിക്ക് എടുക്കാമായിരുന്നില്ലേ എന്ന വിമർശനവുമായി എത്തിയിരുന്നു. അനുരാഗ് കശ്യപ് ഇതിനെ വെറും ഒരു ബൂൾഷിറ്റ് പ്രൊപ്പഗണ്ട ചിത്രം എന്നാണ് വിളിച്ചതും. അതോടൊപ്പം പണം മോഹിച്ചുകൊണ്ട് കേരളത്തിൽ ഭിന്നതയുണ്ടാക്കാനുള്ള നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് വീണ്ടും ശക്തമായ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെക്കുമെന്നത് ഉറപ്പാണ്. അനുരാഗ് കശ്യപ് പറഞ്ഞ പോലെ ഇതൊരു ബൂൾഷിറ്റ് പ്രൊപ്പഗണ്ട സിനിമയാണോ അല്ലയോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതല്ല നമ്മുടെ കേരളം എന്ന് നമുക്കറിയാം. പിന്നെ ബീഫും പൊറോട്ടയും ഒക്കെ എന്നും നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളെ നമ്മൾ നിർബന്ധിക്കാറുമില്ല.